ഹായ് ഹലോ എല്ലാവർക്കും ദിനൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പൊന്മുടിക്കോട്ട ഉത്സവമാണ് കേട്ടോ. 5 ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ 4-ാം ദിവസത്തെ ഉത്സവത്തിന് വന്ന് ഞാൻ വിശേഷം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് 5-ാമത്തെ ദിവസമാണ്, ലാസ്റ്റ് ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ പോയപാട് അവിടെ ഒരു പാറയുണ്ട്, ഹനുമാൻ പാറ എന്നാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ അവിടെ ഞങ്ങൾ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ആളുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. താരമൊക്കെ വരാൻ കുറച്ചുകൂടെ സമയം എടുക്കും. അപ്പോൾ ഞങ്ങൾ പാറയിലൊക്കെ പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഏട്ടനും നീതും കുഞ്ഞുണ്ണി എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഭക്ഷണശാലയിൽ പോയിട്ട് ഭക്ഷണമൊക്കെ വാങ്ങി ഈ പാറേൻ്റെ മുകളിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ നല്ല രസമാണ്. ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അവരവർക്കുള്ള സീറ്റൊക്കെ പിടിച്ചിരിക്കുക കേട്ടോ. ഇരുന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ കാണാമല്ലോ. അപ്പം താലം വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ എല്ലാവരും താളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും താലപ്പൊലി ഘോഷയാത്രയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താലം ഞങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റില്ല. അത് ഈ ആളുകൾ നിൽക്കുന്നതിൻ്റെ പുറകിലൂടെ അമ്പലത്തിൻ്റെ സൈഡിലൂടെ അങ്ങ് പോയി കേട്ടോ. പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഈ സെൻറ്ററിൽ വന്നിട്ട് അവരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഓരോന്നും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കേട്ടോ. ഇവിടെ ഒരു വർഷം ഞാൻ ഇതും കൂടെ താലെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ അമ്പലവയൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും പൊന്മുടിക്കോട്ട ഈ ക്ഷേത്രത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മുടെ അമ്പലം എന്ന് പറഞ്ഞാൽ മലയുടെ മുകളിലാണ്. അപ്പോൾ കയറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കയറ്റങ്ങളൊക്കെ കയറി വേണം നമ്മൾ ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇതിൽ ഞങ്ങൾക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നിയത് അതിൽ ആ മുയലും ആ പാണ്ടയൊക്കെ ഇല്ലേ, അത് ഭയങ്കര രസമുണ്ട് കേട്ടോ കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതെന്നല്ല, എല്ലാം ഭംഗിയുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് ഒന്നും കൂടി അങ്ങോട്ടൊരു ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ കുറച്ച് കൈകുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ, അവർ നന്നായി കളിച്ചു. അപ്പോൾ താലമൊക്കെ ചുരിഞ്ഞു എല്ലാം കഴിഞ്ഞതിന് ശേഷം ആകാശവിസ്മയം നടക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി എല്ലാ ലൈറ്റുകളും ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നേ. ആകാശവിസ്മയമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ടിരിക്കാനിങ്ങനെ നല്ല രസമുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്നിട്ടാണെങ്കിലും ഇവിടുത്തെ ആകാശവിസ്മയം കാണാൻ സാധിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ മലയുടെ താഴഭാഗത്തൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ വീട് വരുന്നത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് ഒരു പാറ കാണിച്ചു തന്നില്ലേ, അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. കറക്റ്റ് നമ്മുടെ വീട് കാണാൻ പറ്റില്ല, ഏകദേശം നമുക്ക് സ്ഥലങ്ങൾ കാണാൻ പറ്റും. ആദ്യമൊക്കെ ഞങ്ങൾ ഈ അമ്പലത്തിലേക്ക് വരുമ്പോൾ രാവിലെ ഇറങ്ങും കേട്ടോ. നടന്നാണ് വരിക. അപ്പോൾ നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടിന് തൊട്ടപ്പുറത്തായിട്ടൊരു എസ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പാറകളാണ്. ആ പാറകളും മലയൊക്കെ കയറിയിട്ട് ഞങ്ങൾ ഈ അമ്പലത്തിലെത്തും കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ എസ്റ്റേറ്റിലൂടെ അങ്ങനെ കയറാറില്ല. അപ്പോൾ കടുവകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിയല്ലേ. അപ്പോൾ ഞങ്ങൾ വണ്ടിക്ക് തന്നെ വരും. അങ്ങനെ എന്തായാലും ആകാശവിസ്മയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗാനമേളയാണ് കേട്ടോ. ഗാനമേളയും ഇത് പറഞ്ഞ പോലെ തന്നെ നല്ല രസമുണ്ടായിരുന്നു. സിംഗേഴ്സൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി സിംഗേഴ്സാണ് കേട്ടോ. ഇപ്പോൾ ഒരു 2-3 കൊല്ലമായിട്ട് ഇവർ തന്നെയാണ് കേട്ടോ ഗാനമേളയ്ക്ക് വരാറ്. പിന്നെ ഇവരുടെ പാട്ട് കേട്ടിട്ട് ഇതേ കളിക്കുന്നത് കണ്ടോ, എന്ത് രസം അവർ കളിക്കുന്നതാണ്. ഇവർ കളിക്കുന്ന കാണുമ്പോൾ നമുക്കും കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് കളിക്കാൻ തോന്നും കേട്ടോ. ഇത് പൊട്ടി പറയ കളിയാണ്. പൊടി പറക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? എന്ത് രസമാണെന്ന് നോക്കിക്കേ. എന്തായാലും പുലർച്ചെയായപ്പോഴത്തേക്കും ഗാനമേളയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് എനിക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. ആദ്യകൂട്ടനെ കുറച്ച് ടോയ്സൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ തിരിച്ച് വരുമായിരുന്നു. അപ്പോൾ ഏട്ടൻ വണ്ടി എടുക്കാനായിട്ട് പാർക്കിങ്ങിലേക്ക് പോയപ്പോഴത്തേക്ക് ഇത് ഇവിടെ ജീപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മലയുടെ മുകളിലുള്ള അമ്പലം. അപ്പോൾ ഇവിടേക്ക് വണ്ടി സൗകര്യം കുറവാണ്. നമുക്ക് വണ്ടിയുടെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അല്ലാത്തവർക്ക് ഇവിടെ എത്തിപ്പെടാൻ ജീപ്പ് സൗകര്യമാണ് കേട്ടോ ഉള്ളത്. കുറേ പേരൊക്കെ നടന്നു തന്നെ കേട്ടോ വരിക, തിരിച്ച് അതുപോലെ നടന്നു പോകുക. അപ്പോൾ ഇത്രയുള്ള ഉത്സവ വിശേഷം.